ഹലോ. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഓൾറെഡി കിച്ചൺ ട്രയാങ്കിളിനെ പറ്റിയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കിച്ചനെ പറ്റിയും ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 5 ഏരിയാസ് മെയിനായിട്ട് കിച്ചണിലെ, അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഡിസൈൻ ചെയ്യുവാണെങ്കിൽ ഫങ്ഷണാലിറ്റി വൈസ് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കിച്ചണിൽ ചെയ്യാൻ പറ്റും. അതിൽ മെയിനായിട്ട് ഉള്ള ഏരിയാസാണ്: 1 സ്റ്റോറേജ് സ്പേസ്, 2 പ്രിപ്പറേഷൻ ഏരിയ, 3 കുക്കിംഗ് ഏരിയ, 4th one ക്ലീനിങ് ഏരിയ ആൻഡ് 5th one is സെർവിങ് ഏരിയ. സ്റ്റോറേജ് ഏരിയയിൽ മെയിനായിട്ട് വരുന്ന ഒരു സോണാണ് കൺസ്യൂമബിൾ സോണ്. കൺസ്യൂമബിൾ സോൺ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫുഡ്സ് ആൻഡ് ഗ്രോസറീസ് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു സ്പേസിനാണ്. അത് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫ്രിഡ്ജ്, ടോൾ യൂണിറ്റ്, ഫുൾ ഔട്ട് പാൻട്രി യൂണിറ്റ്സ്, ഓവർഹെഡ് എല്ലാം പാക്ക്ഡ് ഫുഡ്സ്, അങ്ങനെ ഫുഡ്സ് ആൻഡ് ഗ്രോസറിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ്. അതിൽ നമ്മൾ ഈ കൺസ്യൂമബിൾ സോൺ മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ എന്ന് വെച്ചാൽ കിച്ചണിൻ്റെ എൻട്രൻസിൻ്റെ അടുത്തായിട്ടാണ്. കാരണം നമ്മൾ വെളിയിൽ നിന്ന് ഫുഡ്സ് അങ്ങനെ ഗ്രോസറീസ് ഒക്കെ വാങ്ങിയിട്ട് വരുമ്പോൾ കിച്ചണിലെ എൻട്രൻസിൻ്റെ അടുത്ത് വെക്കുന്നതായിരിക്കും കൂടുതൽ ഈസി ആയിട്ടുള്ളത്. കീപ്പ് ചെയ്യാൻ എളുപ്പം നമുക്ക് അതായിരിക്കും. പിന്നെ ടോൾ യൂണിറ്റ് ഉണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ്. കാരണം ഒരുപാട് കൺസ്യൂമബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സ്റ്റോറേജിൽ തന്നെ സെക്കൻഡ് വരുന്നതാണ് നോൺ കൺസ്യൂമബിൾ സ്റ്റോറേജ് ഏരിയ. അതായത് നോൺ കൺസ്യൂമബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് മെയിനായിട്ട് വരുന്നതാണ്. അതിൽ ക്രോക്കറി ഐറ്റംസ്, പിന്നെ നമ്മുടെ യൂട്ടൻസിൽസ്, കുക്ക് ചെയ്യുന്ന പാത്രങ്ങൾ, സെർവ് ചെയ്യുന്ന പാത്രങ്ങൾ, അതെല്ലാം സൂക്ഷിക്കാനായിട്ടുള്ള ഏരിയ. അതിൽ മെയിൻലി നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നത് പ്ലേറ്റ് റാക്സ് കൊടുക്കാം, കപ്പ് ആൻഡ് സോസർ സ്റ്റോറേജ് ഏരിയ കൊടുക്കാം, താലി ബാസ്ക്കറ്റ്സ് കൊടുക്കാം, കട്ട്ലറി ഡ്രോയേഴ്സ് കൊടുക്കാം, പിന്നെ ഗ്ലാസ്, സെറാമിക് ഷെൽസ് ഒക്കെ കീപ്പ് ചെയ്യാനായിട്ടും ഒരു സ്റ്റോറേജ് ഏരിയ വെക്കാനായിട്ട് പറ്റും. അതിൽ മെയിൻ ഒരു ടിപ്പ് പോലെ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതൊരു സിങ്കിനോട് ചേർന്നോ അല്ലെങ്കിൽ ഡൈനിങ് ഏരിയയുടെ അടുത്താണെങ്കിൽ രണ്ടും നമുക്ക് ഈസിയാണ്. അതായത് കിച്ചൺ സിങ്കിനോട് ചേർന്നാണെങ്കിൽ നമുക്ക് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് ഇതെല്ലാം പെട്ടെന്ന് എടുത്ത് വെക്കാനായിട്ട് ഈസി ആയിരിക്കും. ഡൈനിങ് ഏരിയയിലാണെങ്കിലും നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ അടുത്താണെങ്കിൽ സെർവ് ചെയ്യാൻ വേണ്ടി എടുക്കാനെല്ലാം എളുപ്പമായിരിക്കും. ഈ 2 ഏരിയയിൽ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് ഏതാണോ ക്ലയൻറ്റിന് പ്രിഫറൻസ് കൂടുതലായിട്ട് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അടുത്ത ക്ലീനിങ് സോണാണ്. ക്ലീനിങ് സോൺ മെയിനായിട്ടുള്ളത് നമ്മുടെ ഈ വാഷിങ്, ഡ്രൈയിങ് ആൻഡ് വേസ്റ്റ് ഹാൻഡ്ലിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ ക്ലീനിങ് സോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ സിങ്ക് യൂണിറ്റ് ആണെങ്കിലും ഡിറ്റർജൻറ്റ്, ഫുൾ ഔട്ട്, വേസ്റ്റ് ബിന്ന്, അണ്ടർ സിങ്ക് സ്റ്റോറേജ്, ഇതെല്ലാം ക്ലീനിങ് സോണിൻ്റെ ഭാഗമായിട്ടുള്ള യൂണിറ്റ്സ് ആണ്. ഇപ്പോൾ നമ്മൾ ടിപ്പായിട്ട് പറയാനാണെങ്കിൽ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും മെയിനായിട്ട്. വാട്ടർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഫുൾ വെള്ളമായിട്ട് കോണ്ടാക്ട് വരുന്ന ഏരിയാസ് ആണ് ഇതെല്ലാം. കൂടുതൽ സേഫ് ആയിരിക്കും മൾട്ടിവുഡ് പോലെയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഈ ഏരിയ ചെയ്യുവാണെങ്കിൽ. അതേപോലെ തന്നെ ക്ലീനിങ് സോൺ നമ്മൾ സോൺ ചെയ്യുമ്പം ഈ പ്രിപ്പറേഷൻ സോണിൻ്റെയും കുക്കിംഗ് സോണിൻ്റെ ഇടയ്ക്കായിട്ട് വെക്കുന്നതായിരിക്കും കൂടുതൽ ഈസി. അതേപോലെ തന്നെ ഈ സിങ്കിൻ്റെ അടുത്ത് വിൻഡോ എല്ലാം ഉണ്ടെങ്കിൽ വിൻഡോട് ഫേസ് ചെയ്ത് സിങ്ക് പ്ലേസ് ചെയ്യുവാണെങ്കിൽ കുറച്ച് സൺലൈറ്റ് ഡയറക്റ്റ് അവിടെ വരും. അപ്പോൾ കുറച്ച് പെട്ടെന്ന് ഡ്രൈ ആവും. ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകാനെല്ലാം അത് ഈസി ആയിരിക്കും. ഓക്കെ, അടുത്ത ഇത് വരുന്നതാണ് പ്രിപ്പറേഷൻ സോൺ. പ്രിപ്പറേഷൻ സോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുന്നേ ഉള്ള പ്രിപ്പറേഷൻ, അതായത് കട്ടിങ്, ചോപ്പിംഗ്, പ്രീ കുക്കിംഗ് ടാസ്ക് വേറെ ഏതൊക്കെയാണുള്ളത് അതെല്ലാം ചെയ്യാനുള്ള ഏരിയനെയാണ് നമ്മൾ പ്രിപ്പറേഷൻ ഏരിയ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള കൗണ്ടർ ടോപ്പ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിരിക്കും. പിന്നെ ചോപ്പിംഗ് ബോർഡ്, നൈഫ്സ്, ഇതെല്ലാം വെക്കാനുള്ള ഡ്രോയർ അടുത്ത് തന്നെ ഉണ്ടാവണം. പിന്നെ നൈഫ്, കട്ട്ലറി ഓർഗനൈസർ, മിക്സർ, ബ്ലെൻഡർ സ്പേസ് എല്ലാം ഈ ഏരിയയിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ സ്പൈസസിൻ്റെ പുൾ ഔട്ട്സ് കാര്യങ്ങളെല്ലാം അവിടെ വെക്കാൻ പറ്റും. അതിൽ മെയിൻ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ലൈറ്റിംഗ് ഉള്ള സ്ഥലമാണെങ്കിൽ വളരെ നന്നായിരിക്കും. കാരണം നമ്മളിത് പ്രിപ്പറേഷൻ ചെയ്യുന്ന ഏരിയ ആണല്ലോ, അപ്പോൾ അവിടെ നല്ല ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. പിന്നെ ഫ്രിഡ്ജിൻ്റെയും സ്റ്റൗവിൻ്റെയും ഇടയിലാണ് ഈ സ്പേസ് വരുന്നതെങ്കിൽ നമുക്ക് സാധനങ്ങൾ എടുക്കാനും യൂസ് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിരിക്കും. പിന്നെ അത് ഇത്രയും അറേഞ്ച്മെന്റ്സ് നമ്മൾ ചെയ്തിട്ട് ഈ ഏരിയ ഡിസൈൻ ചെയ്യുവാണെങ്കിൽ
ക്ലട്ടർ ഫ്രീ ആയിട്ട് ഭംഗിയായിട്ട് ഏരിയ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത കുക്കിംഗ് സോൺ ആണ്. ഓക്കെ. കുക്കിംഗ് സോൺ മെയിനായിട്ട് കുക്ക് ചെയ്യാനുള്ള സോണായിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. അവിടെ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഹുഡ് ആൻഡ് ഹോബ് വരും, ഓയിൽ പുൾ ഔട്ട്സ്, ടാലി ബാസ്ക്കറ്റ്സ്, അപ്ലയൻസ് യൂണിറ്റ്സ്, ഇതെല്ലാം വരുന്ന ഏരിയ ആണ് കുക്കിംഗ് സോണ്. അതിൻ്റെ ടിപ്പായിട്ട് പറയാനാണെങ്കിൽ ലേ ഔട്ടിൻ്റെ സെൻറ്റർ പൊസിഷനായിട്ട് ആയിരിക്കും നമ്മൾ കുക്കിംഗ് സോൺ കൊടുക്കേണ്ടത്. പിന്നെ സ്പൈസസും ബാക്കിയുള്ള യൂട്ടിലിറ്റി സാധനങ്ങളും എടുക്കാൻ പറ്റുന്ന അടുത്തായിരിക്കണം. നന്നായിരിക്കും. അടുത്ത ഒരു സോൺ എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സോണാണ്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സോൺ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഈ ബാർ സ്റ്റൂൾസ്, കപ്ബോർഡ്, പിന്നെ ചാർജിങ് സോക്കറ്റ്സ്, ഡ്രോവേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് യൂണിറ്റ് സോണിന്റെ അടുത്ത് വെക്കുന്നത്. അപ്പം ഇത്രയുമാണ് മെയിനായി. ഇത്രയും കാര്യങ്ങൾ ഏരിയാസ് നമ്മൾ ഒന്ന് കൺസിഡർ ചെയ്ത് ഡിസൈൻ ചെയ്യുമ്പോൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ വളരെ ഫങ്ഷണാലിറ്റി വൈസ് വളരെ എളുപ്പമായിരിക്കും വർക്ക് ചെയ്യാനായിട്ട്. ഇതിൽ മെയിൻലി സ്റ്റോർ ചെയ്യുന്ന ഏരിയ, പ്രിപ്പറേഷൻ ഏരിയ, പിന്നെ കുക്കിംഗ്, ക്ലീനിങ്, സെർവിങ് ഏരിയ. സെർവിങ് ഏരിയ ലാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ടോപ്പ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതിനോട് അടുത്ത് തന്നെയായിട്ട് ചെറിയൊരു ബോക്സ്, ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സ്നാക്സ് അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം ഒക്കെ നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ യൂസ് ചെയ്യാൻ എളുപ്പത്തിന് സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ വളരെയധികം നന്നായിരിക്കും. അപ്പോൾ ഇത്രയും ഏരിയാസ് ഒന്ന് കൺസിഡർ ചെയ്താൽ നമുക്ക് ഫ്യൂച്ചറിൽ ഈസി ആയിരിക്കും.